ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞങ്ങൾ ഗാവൂട്ടൻ്റെ ബർത്ത്ഡേക്ക് പോവാട്ടോ. ഗാവിന് 1 വയസ്സായി. ഞാനും അമ്മയും അമ്മാമ്മയും ചേട്ടന്മാരും ഓട്ടോറിക്ഷക്കാണ് പോയത്. അച്ഛന് കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് അച്ഛൻ വന്നില്ല കേട്ടോ. ഞങ്ങളൊരു 11 മണിയായപ്പോൾ അവിടെ എത്തിയട്ടോ. ചെന്നപ്പോ തന്നെ നീവോ അവിടെ ഫോണിൽ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കണായിരുന്നു. ഞങ്ങളെ പ്രതീക്ഷിക്കാണ്ട് കണ്ടപ്പോ അവൻ ആദ്യം ഇണങ്ങിയില്ലാട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും ഡെക്കറേഷനൊക്കെ ജാസ്മിൻ ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജാസ്മിൻ ചേച്ചിന്ന് വെച്ചാൽ ഞങ്ങളുടെ മാമിയാണ് കേട്ടോ. പണ്ടൊക്കെ ജാസ്മിൻ ചേച്ചിന്ന് വിളിച്ച് ശീലമായി. അമ്മ പറയും മാമിന്ന് വിളിക്കാൻ, ജാസ്മിൻ ചേച്ചി പറയും അങ്ങനെ വിളിക്കാൻ. അതുകൊണ്ട് ഇപ്പോ ജാസ്മിൻ ചേച്ചിന്നാ വിളിക്കണം. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും ബർത്ത്ഡേ പോയി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന തൊട്ട് മുമ്പാ ഉറങ്ങിയത്. പിന്നെ ഞങ്ങള് അവനെ എഴുന്നേക്കണ നേരെ വെയിറ്റ് ചെയ്തു. അപ്പൊ അതേ മാമ ഫുഡായിട്ട് വന്നു കേട്ടോ. മാമയുണ്ടായി, നിവാന്റെ അപ്പാപ്പനും ഉണ്ടായി. ഫസ്റ്റ് ബർത്ത്ഡേ ആണെങ്കിലും വലിയ ആഘോഷമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഉള്ളത് കുറച്ച് പേരാണെങ്കിലും ഞങ്ങൾ സന്തോഷമായിട്ട് ആഘോഷിച്ചട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഗാവിനെ എഴുന്നേക്കാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അർജുൻ ചേട്ടൻ അവിടെയുള്ള ടോയ്സൊക്കെ എടുത്ത് നല്ല കളിയായിരുന്നു. എല്ലാരും നല്ല കളിയായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇത്രയും ബഹളം ഉണ്ടായിട്ട് അവനെ എഴുന്നേറ്റില്ല. ഞങ്ങൾ അവനെ എഴുന്നേക്കണ വരെ വെയിറ്റ് ചെയ്തു കേട്ടോ. കാരണം അവനല്ലേ കേക്ക് മുറിക്കണേ, അത് കാരണം ഹാപ്പി ആയിരിക്കണ്ടേ. ഉറങ്ങി എഴുന്നേറ്റ് കുറച്ച് നേരത്തേക്ക് അവന് ഉറക്കച്ചടവുണ്ടായിട്ടോ. പിന്നെ ഞങ്ങൾ ഓരോ ടോയ്സൊക്കെ എടുത്ത് കാണിച്ച് അവനെ ഉഷാറാക്കി. പിന്നെ കുറച്ചു നേരം അവൻ്റെ കൂടെ കളിച്ച്. ഞങ്ങൾ 3 പേരില് അവന് ഏറ്റവും ഇഷ്ടം നിച്ചു ചേട്ടനോടാണ് കേട്ടോ. നിച്ചു ചേട്ടൻ എപ്പോൾ കൈ കാണിച്ചാലും ചാടിപ്പോവും. പക്ഷെ നിച്ചു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ അടുത്തോട്ട് വരാൻ ഇത്തിരി പാടാണ്. ഇടയ്ക്ക് അച്ചു ചേട്ടൻ്റെ അടുത്ത് പോകും കേട്ടോ. എൻ്റെ അടുത്തും വരും. നിവാനെ ഏറ്റവും ഇഷ്ടം എന്നോടാണ് കേട്ടോ. എപ്പോഴും അമ്മു ചേച്ചി എന്ന് പറഞ്ഞ് നടക്കും. കുറച്ചു നേരം അവൻ്റെ ഒപ്പം കളിച്ചപ്പോൾ അവൻ ഉഷാറായി. അമ്മാമ്മക്ക് ഒട്ടും പാടില്ല. ഗാവിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മാമ്മ വന്നത്. പിന്നെ ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ടുള്ള ഡ്രസ്സൊക്കെ അവന് ഇട്ട് കൊടുത്തു. അവനെ റെഡിയാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കി. അച്ചു അപ്പോഴും പിയാനോ തന്നെ ആയിരുന്നു കേട്ടോ. എന്റെ കയ്യിലുള്ള ഈ ഉടുപ്പ് നിവാന്റെ ആണ് കേട്ടോ. ഗാവിനെ റെഡിയാക്കിയിട്ട് വേണം നിവാനെ റെഡിയാക്കാൻ. ഗാവിൻ മുടിയൊക്കെ ചീകി സോക്സൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദര കുട്ടപ്പനായി. പിന്നെ ഞങ്ങള് നിവാനെ റെഡിയാക്കി. ഇത് നിവാന്റെ അമ്മാമ്മയാണ് കേട്ടോ. നിവാനൊരു മാമനുണ്ട്, ജോലിക്ക് പോയേക്കാണ് കേട്ടോ. അങ്ങനെതാ ഞങ്ങളുടെ ബർത്ത്ഡേ പോയി കേക്കൊക്കെ മുറിക്കാൻ റെഡിയായി നിൽപ്പുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ കേക്ക്. കാണാൻ നല്ല സൂപ്പറായിരുന്നു.
കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കോഫി ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ചോക്ലേറ്റ് കളറിൽ ഗ്രീൻ ലെറ്റേഴ്സ് വന്നപ്പോൾ എന്ത് ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ 1 വയസ്സിൻ്റെ ക്യാൻഡിലൊക്കെ കുത്തിയിട്ട് ഗാവൂട്ടൻ കേക്ക് മുറിക്കാൻ റെഡിയായി. മാമനും ഗാവിനും നിവാനും ജാസേച്ചിയും കൂടെ കേക്ക് മുറിക്കാൻ നിന്നു. അമ്മ വീഡിയോ എടുക്കണോണ്ട് ചേട്ടനാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുത്തേ. പിന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ വെച്ചു കൊടുത്തു. ഞങ്ങളും കൊടുത്തു ഗാവിനും നിവാനും കേക്ക്. പിന്നെ ഞങ്ങള് ഒരു കുഞ്ഞുടുപ്പ് വാങ്ങിയായിരുന്നു ഗിഫ്റ്റായിട്ട്. ഇത് മുത്തശ്ശിയുടെ ഗിഫ്റ്റാണ് കേട്ടോ. മുത്തശ്ശിക്ക് പാടില്ലാത്തോണ്ട് വന്നില്ല. പിന്നെ ഞങ്ങളെല്ലാരും കേക്കൊക്കെ കഴിച്ചു കേട്ടോ. വലിയ പീസ് കേക്ക് ആയിരുന്നു കേട്ടോ. അമ്മാമ്മ കുറച്ചേ എടുത്തുള്ളൂ. കൊതി കൊണ്ട് ഇത്തിരി കഴിക്കാന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാരും വലിയ പീസ് വെച്ച് കേക്ക് എടുത്തപ്പോ കേക്ക് തീർന്നു. പിന്നെ പ്ലേ ടൈം ആയിരുന്നു കേട്ടോ. എന്ത് ഫംഗ്ഷൻ വന്നാലും അവിടെ ഡെക്കറേറ്റ് ചെയ്ത ബലൂൺ വെച്ച് കളിക്കാത്ത ആരാ ഉള്ളേ. ഞങ്ങളും കളിച്ചു. ഞങ്ങൾ താഴെ കിടന്ന ബലൂൺസ് ആണ് കേട്ടോ കൂടുതലെടുത്തത്. നിവാൻ കളിക്കണ കണ്ടപ്പോ ഗാവനും കളിക്കണമെന്നായി. അച്ചുചേട്ടനൊക്കെ കിടന്ന കേയ് കളി. ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും ഇല്ലാത്തോണ്ട് ഞങ്ങൾ തന്നെ കേട്ടോ ഫോട്ടോസൊക്കെ എടുത്തേ. പിന്നെ മാമൻ ഗാവിന്റെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോ നിവാന്റെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. അതിലായിരുന്നു കളി. പിന്നെ പുറത്തുനിന്ന് ഗസ്റ്റ് ആയിട്ട് അങ്ങനെ ആരും ഉണ്ടായില്ല കേട്ടോ. ജാസ്മിച്ചിയുടെ ഒരു നെയ്ബർ ആൻറ്റി മാത്രമേ ഉണ്ടായുള്ളൂ. സൈബി ആൻറ്റിയും മോനും. സൈബി ആൻറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ. ലോലിപോപ്പ്. പിന്നെ ഗാവിന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് കേക്ക് കഴിച്ച് അങ്ങനെ നിന്നു. പിന്നെ ഫുഡ് ടൈം ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി ആയിരുന്നേ. ആദ്യം ഞങ്ങൾ കുട്ടികളും സൈബാൻഡിയും ഇരുന്നു. ബർത്ത്ഡേ ബോയും ചെറുതായിട്ട് ബിരിയാണി കഴിച്ചു കേട്ടോ. പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ നേരം കളിച്ച്. ഗാവിൻ്റെയും നിവാൻ്റെയും കളിയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പം ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.